ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. 83,036 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. തങ്കയങ്കി ഘോഷയാത്രയും മണ്ഡലപൂജയും നടക്കുന്ന ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സന്നിധാനവും പരിസരവും. നല്ല തെളിഞ്ഞ കാലാവസ്ഥ, ഭക്തർക്കെത്തി സുഗമമായി ദർശനം നടത്തി മടങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് സന്നിധാനത്ത് ഉള്ളത്. ഇനി തിരക്കുണ്ടെങ്കിൽ തന്നെയും അത് ഭക്തരെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ദേവസ്വം ബോർഡും പോലീസും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മണ്ഡലപൂജ അടുക്കാറായി, അതുകൊണ്ട് തന്നെ തിരക്കിനിയും വർദ്ധിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് ദേവസ്വം ബോർഡിനും പോലീസിനുമുള്ളത്. സന്നിധാനത്തെത്തുന്ന ഭക്തർ അറിഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ കൂടി പറയാം. ഒന്ന്, അരവണ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഒരു ഭക്തന് 20 ടിൻ അരവണയാണ് പരമാവധി നൽകുക. ആ ക്രമീകരണം ഇപ്പോഴും ദേവസ്വം ബോർഡ് തുടരുന്നുണ്ട്. ഈ അരവണയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്രമീകരണം നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലപൂജ വരെ ഈ ക്രമീകരണം ഇങ്ങനെ തന്നെ തുടരും. എല്ലാ ഭക്തർക്കും അരവണ ലഭ്യമാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം കേരളീയ സദ്യയുമായി ബന്ധപ്പെട്ടാണ്. ഈ ദേവസ്വം ബോർഡ്, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നതിന് ശേഷമുള്ള തീരുമാനമായിരുന്നു അത്. പക്ഷെ അത് നടപ്പായിരുന്നില്ല. ഒരു മാസം പിന്നിടുമ്പോൾ ഈ മാസം 21-ാം തീയതി മുതൽ കേരളീയ സദ്യ സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ദേവസ്വം ബോർഡ് ആ സദ്യ നൽകുന്നില്ല, പകരം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേരളീയ സദ്യ നൽകാൻ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണവുമായി ബന്ധപ്പെട്ടാണ്. 5000-ൽ കൂടുതൽ ഭക്തരെ അതുവഴി കടത്തിവിടരുത് എന്നുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്തായാലും മണ്ഡലപൂജയ്ക്കായുള്ള തങ്കയങ്കി ഘോഷയാത്ര 23-ാം തീയതി ആരംഭിച്ച് 26-ാം തീയതിയാണ് സന്നിധാനത്തെത്തുക. അപ്പോൾ 27-ാം തീയതിയാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരക്ക് വർദ്ധിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് നിലവിൽ ദേവസ്വം ബോർഡിനും പോലീസിനുമുള്ളത്. ബിജു വി എസിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.